എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ഇക്കടയായിരിക്കും കാണിക്കുക. അവനാണെങ്കിൽ എല്ലാ സമയവും അവന്റെ സിസ്റ്ററിന്റെ കൂടെ തന്നെയാണ്. അവൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സഹായമൊക്കെ ചെയ്ത് അവളോടൊപ്പം തന്നെ അവൻ ടൈം സ്പെൻഡ് ചെയ്യും. അവൾക്ക് മെഡിസിൻ കൊടുത്തും പ്രോപ്പറായിട്ട് അവളെ ചെക്ക് ചെയ്തും അങ്ങനെ അവൻ നിമിഷങ്ങൾ തള്ളി നിൽക്കുകയാണ്. ഒരു ചെറിയ പയ്യനാണെങ്കിൽ ഇപ്പൊ ഇക്കടയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം അവൻ കടലിൽ നിന്ന് കണക്ട് ചെയ്ത കുറച്ച് വാല്യൂ ഉള്ള ചിപ്പികള്, കല്ലുകള് അങ്ങനെയെല്ലാം തന്നെ ഇക്കടയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. ഇക്കടയ്ക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടാവും. ശരിക്കും ഇത് നന്നായിട്ടുണ്ട്, നീ ഇപ്പോ കടലിൽ നല്ല രീതിയിൽ നീന്താനായിട്ടൊക്കെ പഠിച്ചോ? അതിനവൻ പറയും, 3 മിനിറ്റ് വരെ എനിക്ക് കടലിനുള്ളിൽ ശ്വാസം പിടിച്ചു നിർത്തി മുൻപോട്ടേക്ക് പോകാനായിട്ട് പറ്റും. ഞാനിപ്പോൾ നന്നായിട്ട് ട്രെയിനിങ് എടുക്കുന്നുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവിടെയുള്ള ചില പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണ്. അതിൽ ഇക്കട വരച്ച ഷിപ്പുകളുടെയും ബോട്ടുകളുടെയും ഒക്കെ ഫോട്ടോസ് അവൻ കാണുകയാണ്. സത്യത്തില് ഇത് നിങ്ങൾ തന്നെയാണോ പെയിന്റ് ചെയ്തത്? ഇത് കേട്ട് ഇക്കട ചിരിച്ച്, അതെ ഞാൻ തന്നെയാണ് ഇതൊക്കെ വരച്ചത്, നിനക്കിത് ഇഷ്ടായോ? അതിനവൻ പറയും, എനിക്കിഷ്ടമായി, ഞാനൊരു കാര്യം അത് നിനക്ക് കാണിച്ചു തരാനാണ് ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇക്കടയുടെ കൈ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരും. അവനാണെങ്കിൽ ഒരുപാട് ക്യാനുകൾ അങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അവൻ കയ്യിലൊരു ട്യൂബ് എടുത്ത് അതിൽ ശക്തിയായിട്ട് ഊതും. ഒരു നിമിഷം ഒരു ഷാർപ്പ് ബുള്ളറ്റ് അതങ്ങനെ തെറിച്ചു പോയി ക്യാനുകളെല്ലാം തന്നെ തകർത്ത് കളയാണ്. ഇക്കടയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. നീ ട്രെയിനിങ് എടുത്ത് നന്നായിട്ട് ഡെവലപ്പായി. ആക്ച്വലി നീ ഇത്രയും ചെറുപ്പത്തിൽ ട്രെയിനിങ് എടുത്ത് ഡെവലപ്പ് ആവുമെന്ന് ഞാൻ കരുതിയതല്ല. അതിനവൻ പറയും, ഇപ്പോൾ നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ എനിക്കും പങ്കെടുക്കണം, മിസ്റ്റ് വില്ലേജിനെ എനിക്ക് തോൽപ്പിക്കണം എന്ന് പറയും. അത് കേട്ട് ഇക്കടയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ ദൂരേക്ക് നോക്കുകയാണ്. അപ്പോൾ അവ കാണും അവരുടെ മിലിറ്ററി ഫോഴ്സിലെ ആളുകളുടെ ഭാര്യമാര് അവരെല്ലാവരും ചേർന്ന് ഓരോരോ തകർന്ന കപ്പലുകളും ബോട്ടുകളും എല്ലാം തന്നെ റിപ്പയർ ചെയ്യാണ്. ആ പയ്യനാണെങ്കിൽ ഇക്കടയോട് ചോദിക്കും, നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലേ? അതിനവൻ പറയും, എനിക്ക് യുദ്ധം ചെയ്യാനായിട്ട് അറിയില്ല, എനിക്ക് അതിന് താല്പര്യമില്ല, നീ കരുതുന്നത് പോലെ യാതൊരു സ്കില്ലോ കഴിവോ ഒന്നുമില്ല എന്ന് പറയും. അതിനാ പയ്യനാണെങ്കിൽ, ഇല്ല, താങ്കൾക്ക് നല്ല സ്കില്ലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ നന്നായിട്ട് വെള്ളത്തിലൂടെ സ്വിം ചെയ്യില്ലേന്ന് ചോദിക്കും. അത് കേട്ട് അവൻ അങ്ങനെ ടേൺ ചെയ്യും. അപ്പോഴായിരിക്കും അവന്റെ തൊട്ടു പുറകില് അവന്റെ പപ്പയെയും ബ്രദറിനെയും കാണുക. അവനാണെങ്കിൽ അവരെ കണ്ട് ടെൻഷനായി ശ്രമിക്കും. അതിനവന്റെ പപ്പയാണെങ്കിൽ അവന്റെ കയ്യിൽ കയറി പിടിച്ച്, നീ ഇനിയും യു ആർ അൺബിലീവബിൾ, നീ വെറുതെ അവളോടൊപ്പം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാണല്ലേ, നീ ഇനിയും എത്ര ദിവസം ഇങ്ങനെ ഇരിക്കും? നീ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ അവൾക്കൊരിക്കലും ഇങ്ങനൊരു അവസ്ഥ വരില്ലായിരുന്നു എന്ന് പറയും. അതിന് ഇക്കടയാണെങ്കിൽ ഫുൾ കലിപ്പില്, ഒരിക്കലും നിങ്ങളോടൊപ്പം ചേരില്ല, നിങ്ങളുടെ വഴിയും എൻ്റെ വഴിയും ഡിഫറെൻ്റ് ആണ്, എനിക്ക് എൻ്റെ സിസ്റ്ററിനെ അവളെ ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റി കലിപ്പിൽ അവൻ അങ്ങനെ കടന്നു പോവാണ്. ആ ചെറിയ പയ്യനാണെങ്കിൽ അവന്റെ പിന്നാലെ ഓടി വന്ന് ഇക്കടയോട് ചോദിക്കും, അദ്ദേഹം നമ്മുടെ ലോഡാണ്, അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞത് അത് ശരിയാണോ? അതിനവനാണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ ആ കപ്പലിലേക്ക് വരികയാണ്. അതിനുശേഷം അവിടെ ഉള്ളവരോട് കൂടെ ചേർന്ന് അവനും ആ കപ്പലിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ കുറേശ്ശെ ചെയ്ത് അവരെ സഹായിക്കാനായിട്ട് തുടങ്ങും. കട്ട് ചെയ്ത ഇവിടെ ഫാദർ വില്ലനെയും സൺ വില്ലനെയും കാണിക്കും. അവർ രണ്ടുപേരും അവരുടെ അസിസ്റ്റൻസിനോട് സംസാരിക്കുകയാണ്. അതിലൊരു അസിസ്റ്റന്റ് പറയും, ഓൾറെഡി വില്ലേജുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ നമ്മുടെ ഒരുപാട് സോൾജേഴ്സ് കൊല്ലപ്പെട്ടു, അവരുടെ സപ്പോർട്ടിന് ആ ലീഫ് വില്ലേജിലെ മെമ്പേഴ്സും ഉണ്ട്, മാത്രമല്ല ഇപ്പൊ ചരക്കുകൾ നമ്മുടെ അടുത്തേക്ക് വളരെ കുറവാണ് എത്തുന്നത്, സോ റോ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ ആവശ്യാനുസരണം ഇല്ല. അത് കേട്ട് ആ ഫാദർ വില്ലനാണെങ്കിൽ ടെൻഷനാവും. നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മോഷ്ടിച്ചെടുത്തൂടെ? അതിനവൻ പറയും, കയ്യിൽ സോൾജിയേഴ്സും ആവശ്യത്തിനില്ല, സോ അതുകൊണ്ട് തന്നെ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആർമി ലീഡറിന് ഞാൻ മെസ്സേജ് അയച്ചതാണ്, പക്ഷെ അവനത് കേൾക്കാതെ യുദ്ധത്തിൽ പങ്കെടുത്തു. ഈ കാര്യങ്ങളെല്ലാം കേട്ട് ആ സൺ വില്ലൻ ആളാണെങ്കിൽ ഫാദറിനോട് പറയും, തൽക്കാലത്തേക്ക് നമുക്ക് ഈ വാർ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ അവളുടെ ഈ ക്ലാൻ മുഴുവനായിട്ടും ഇല്ലാതാവും. അത് കേട്ട് ടെൻഷനായ ഫാദർ വില്ലൻ ആളാണെങ്കിൽ അടിച്ചു പറയും, ഒരു കാരണവശാലും ഈ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോവാൻ ഞാൻ തയ്യാറല്ല, എനിക്ക് നഷ്ടപ്പെട്ടത് ഒരുപാടാണ്, അതെനിക്ക് വീണ്ടെടുത്തേ പറ്റൂ, ഈ കടലിനെ എനിക്ക് കൈയടക്കണം. അത് കേട്ട സൺ വില്ലനാണെങ്കിൽ ടെൻസ്ഡ് ആവുകയാണ്. നിങ്ങളിത് കാണുന്നില്ലേ, നമ്മുടെ സോൾജിയേഴ്സ് അവർ ദിനം പ്രതി മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പോയാൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെടും. ആദ്യം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ ക്ലാനിനെയും അവിടെയുള്ള ജനങ്ങളെയുമാണ്, അതിനുശേഷം ബാക്കിയെല്ലാം. അതിനാ ഫാദർ വില്ലനാണെങ്കിൽ തീർത്തു പറയും, എനിക്കൊന്നേ പറയാനുള്ളൂ, എങ്ങനെയെങ്കിലും നിന്റെ ബ്രദർ ഇക്കടയെ അവനെ കൺവിൻസ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരണം. ഉടനെ സൺ വില്ലനാണെങ്കിൽ കൺട്രോൾ പോവും. അവന്റെ സ്ക്വാഡ് അതങ്ങനെ വലുതായി വരികയാണ്. ഫാദർ വില്ലൻ ടേൺ ചെയ്ത് പറയും,
ഈ ഒരു വെപ്പൻ അത് നിനക്ക് തന്നത് ഞാനാണ്, ഇതുപയോഗിച്ച് നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയും. അത് കേട്ട് തല താഴ്ത്തി അവനവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്ത ആ ഫാദർ വില്ലൻ ആളാണെങ്കിൽ കടലിലുള്ള ഒരു ഫ്രീസായ സ്റ്റോണിൻ്റെ അടുത്തേക്ക് വരും. അതിൻ്റെ ഉള്ളിൽ ലേഡി അങ്ങനെ ഫ്രീസ് ആയിട്ടിരിക്കുകയാണ്. ആളാണെങ്കിൽ കുറച്ച് മുത്തുകൾ അവളുടെ മുൻപിൽ അർപ്പിക്കും. ആക്ച്വലി അത് മറ്റാരുമല്ല, അദ്ദേഹത്തിൻ്റെ വൈഫാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ആ ഫാദർ വില്ലനും ആളുടെ സുന്ദരിയായ വൈഫും കുഞ്ഞിക്കടയും അവരങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന അതേ നിമിഷം വലിയൊരു അറ്റാക്ക് അവർക്ക് നേരെ വന്ന് വീഴുകയാണ്. ആ ഒരു അറ്റാക്കിൽ ലേഡിയാണെങ്കിൽ പതിയെ പതിയെ ഫ്രോസൺ ആവുകയാണ്. അവൾ അവസാന നിമിഷം ആ കുഞ്ഞിനെ ആളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഇവനെ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാൻ്റെ കിങ് ആക്കണമെന്ന് പറഞ്ഞ് അവൾ മൊത്തത്തിൽ ഫ്രോസനായി ആ കടലിലേക്ക് വീഴുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റ് കാണിക്കും. ഫാദർ വില്ലൻ ആണെങ്കിൽ തന്റെ വൈഫിനെ നോക്കി പറയും, നീ ഇപ്പോഴും സുന്ദരി തന്നെയാണ്, നിനക്ക് തന്ന വാക്ക് അത് തീർച്ചയായിട്ടും ഞാൻ പാലിക്കും. അങ്ങനെ വൈഫിനെയൊക്കെ കണ്ട് ആ ഫാദർ വില്ലൻ പുറത്തേക്ക് വരികയാണ്. ആ സമയം ആളൊരു അസിസ്റ്റന്റ് അവിടേക്ക് ഓടിയെത്തും. നമ്മുടെ സോൾജിയർ ടീമിന്റെ ക്യാപ്റ്റൻ അദ്ദേഹം ഇവിടെ എത്തിയെന്ന് പറയും. ആ ലീഡർ ഇവിടേക്ക് എത്താൻ ഒരുപാട് ലേറ്റ് ആയെന്ന് പറഞ്ഞ് ആളങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. ഫാദർ വില്ലൻ എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാവില്ല. ആണെങ്കിൽ ഞൊടിയിടയിൽ അവന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ആള് കാണും ഡെഡായി മൊത്തത്തിൽ ഒരു തുണിയിൽ പൊതിഞ്ഞ് അവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ വില്ലൻ പറയും, ആ സോൾജിയർ പറയും, ആക്ച്വലി നിങ്ങളുടെ നിർദ്ദേശം ഇദ്ദേഹം കേൾക്കാൻ തയ്യാറായില്ല. അങ്ങയുടെ മകൾക്ക് പരിക്ക് പറ്റിയതറിഞ്ഞ് റിവഞ്ച് എടുക്കാനായിട്ടാണ് ഇദ്ദേഹവും ടീമും പോയത്. അവിടെ വെച്ച് കാഗുറയെ ഇവർ കൊന്നു തള്ളി. പക്ഷേ ലീഫ് വില്ലേജിലെ ഷിനോബി ബൊറൂട്ടോ അവൻ ഇദ്ദേഹത്തിനെ വെട്ടിക്കൊന്നു കളഞ്ഞു. അത് കേട്ട് ആ ഫാദർ വില്ലൻ ഷോക്കാവും. ഉടനെ ആ കുഞ്ഞിപ്പയ്യനാണെങ്കിൽ അവിടേക്ക് ഓടിയെത്തുകയാണ്. ആക്ച്വലി ഇവന്റെ പപ്പയാണ് ആ ഒരു ലീഡർ വില്ലൻ. അവന്റെ പപ്പയുടെ അവസ്ഥ കണ്ട് അങ്ങനെ പൊട്ടിക്കരയും. എന്റെ പപ്പയെ ഇല്ലാതാക്കിയവരെ ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല എന്ന് അവ പ്രതിജ്ഞ എടുക്കും. സോ ഈ ഒരു പയ്യനാണ് നമ്മുടെ ബൊറൂട്ടോയെ അറ്റാക്ക് ചെയ്യാൻ അവിടേക്ക് വന്നത്. ഉടനെ ഇക്കട പയ്യനാണെങ്കിൽ അവന്റെ അടുത്തേക്ക് ഓടി വരും. നീ ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കാനായിട്ട് പാടില്ല, യുദ്ധമല്ല ഇതിനുള്ള പരിഹാരം. അത് കേട്ട് കൺട്രോൾ പോയ ആ ഫാദർ വില്ലൻ ഇപ്പൊ ഇക്കടെ തൂക്കിയെടുക്കും. യു ആർ അൺബിലീവബിൾ. എങ്ങനെ ഒരുത്തനാണോ നിന്റെ സിസ്റ്റർക്കും നിന്റെ അമ്മയ്ക്കും എല്ലാവർക്കും ആ ക്ലാൻകാര് കാരണമാണ് ജീവൻ നഷ്ടമായത്. ലീഫ് വില്ലേജിനും മിസ്റ്റ് വില്ലേജിനും അതിൽ പങ്കുണ്ട്. അവരോട് റിവഞ്ച് എടുക്കാൻ നീ ആഗ്രഹിക്കുന്നില്ലേ? അതിനവനാണെങ്കിൽ ഇവിടെ ഒന്നും പറയാതെ അവന്റെ പപ്പയെ തന്നെ തുറച്ചു നോക്കുകയാണ്. ആ നിമിഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് വെള്ളം അതങ്ങനെ നല്ല രീതിയിൽ ഷിവർ ചെയ്യും. ആ ഫാദർ വില്ലനാണെങ്കിൽ അവനെ പിടിച്ചുയർത്തി അവനോട് ദേഷ്യപ്പെട്ട് പറയും, നിന്റെ അമ്മ സെലക്ട് ചെയ്തത് നിന്നെയാണെന്ന് പറഞ്ഞ് അവന്റെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. ഇക്കടെയാണെങ്കിൽ അവിടുന്ന് പുറത്തേക്ക് ഓടി ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു ഭാഗത്ത് പോയിരിക്കും. ആ സമയം കഴിഞ്ഞ് ആ ബ്രദർ വില്ലൻ അവന്റെ അടുത്തേക്ക് വരികയാണ്. എന്തുകൊണ്ടാണ് പപ്പ നീ ഇത്രയും വിശ്വാസവും പ്രതീക്ഷയും വെക്കുന്നതെന്ന് എനിക്കറിയില്ല. അതിന് മാത്രം എന്തെങ്കിലും പവറും കഴിവും നിന്റെ കയ്യിലുണ്ടോ? അതിന് ഇക്കടെയാണെങ്കിൽ മറുപടി ഒന്നും പറയാതെ തല താഴ്ത്തി തന്നെ ഇരിക്കും. ബ്രദർ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും, സത്യത്തിൽ നിന്നെ കാണാനാണ് നമ്മുടെ സിസ്റ്റർ ഇവിടേക്ക് വന്നത്. അവൾ നിന്നെ കാണാൻ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും അവൾക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. സത്യത്തിൽ അവളുടെ അവസ്ഥയുടെ കാരണക്കാരൻ അത് നീയാണെന്ന് പറയും. അത് കേട്ട് കൂടുതൽ ഇക്കടയ്ക്ക് വിഷമം തോന്നുകയാണ്. ഉടനെ ഒരു സോൾജിയർ ആണെങ്കിൽ ഓടി വന്ന് ഇക്കടയെ വിളിക്കും. അവന്റെ സിസ്റ്റർ കണ്ണ് തുറന്നിരിക്കുകയാണ്. അവനാണെങ്കിൽ സിസ്റ്ററിന്റെ അടുത്തേക്ക് ഓടിയെത്തും. ഇക്കടയെ കണ്ട സന്തോഷത്തിൽ സിസ്റ്റർ പതിയെ എഴുന്നേൽക്കുകയാണ്. അവളാണെങ്കിൽ ഇക്കടയോട് പറയും, ഞാൻ അവിടേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2 പേര് അവരാണ് എന്നെ അറ്റാക്ക് ചെയ്ത് ഈ അവസ്ഥയിലാക്കിയത്. ഒരു കാരണവശാലും ഞാൻ അവരെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് നടക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം അവൾ താഴെ വീഴുകയാണ്. അവളുടെ സ്റ്റിച്ച് പൊട്ടി ഇപ്പൊ ചോര അതങ്ങനെ പുറത്തേക്ക് ഒലിക്കാനായിട്ട് തുടങ്ങും. ഇക്കടയാണെങ്കിൽ അവളെ താങ്ങിയെടുക്കാൻ ശ്രമിക്കും. അതിനവൾ കൈ നീട്ടി, ഇക്കട നമ്മുടെ ഏക പ്രതീക്ഷ അത് നിന്നിലാണ്, നമ്മുടെ ക്ലാനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടത് അത് നീയാണെന്ന് പറഞ്ഞ് കൈ അങ്ങനെ ഉയർത്തിപ്പിടിക്കും. വേറെ വഴിയില്ലാതെ ഇക്കടെയാണെങ്കിൽ അവളുടെ കൈ പിടിച്ച് പറയും, സിസ്റ്റർ നിന്റെ ആഗ്രഹം പോലെ എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞു. ഞാനും പപ്പയും ചേർന്ന് ആ ഹിഡൻ മിസ്റ്റ് വില്ലേജ് അത് മുഴുവനായിട്ടും തകർത്ത് കളഞ്ഞു. നമ്മുടെ ക്ലാൻ ജയിച്ചു. അത് കേട്ട് അവളാണെങ്കിൽ ഒരുപാട് സന്തോഷത്തിൽ ഇക്കടയെ നോക്കും. അടുത്ത നിമിഷം അവൾ അങ്ങനെ മരിക്കുകയാണ്. ഇക്കടയ്ക്കാണെങ്കിൽ അത് താങ്ങാനായിട്ടാവില്ല. അവൻ അവളുടെ പേര് വിളിച്ച് പൊട്ടിക്കരയും. അതേസമയം മറ്റൊരു ഭാഗത്ത് ആ ലീഡർ വില്ലന്റെ മകൻ അവനാണെങ്കിൽ ഒരു ടേബിളിൽ കിടക്കുകയാണ്. അവൻ അസിസ്റ്റന്റിനോട് പറയും, എന്റെ പപ്പയുടെ നെറ്റിയിലുണ്ടായിരുന്ന അതേ അടയാളം അതെനിക്കും വേണം. എന്റെ പപ്പയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ അവരോട് റിവഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ടെററായിട്ട് കിടക്കുകയാണ്. ഇവിടെ മാൻഷന്റെ മുകളിൽ നമ്മുടെ ബ്രദർ വില്ലൻ അവൻ അസിസ്റ്റന്റിനോട് പറയും, ആക്ച്വലി പപ്പയ്ക്ക് ഏജ് കൂടിക്കൂടി വരികയാണ്. ആളെ കൊണ്ട് കൃത്യമായിട്ട് ഒരു തീരുമാനം പോലും എടുക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ പോവാണെങ്കിൽ നമ്മുടെ ക്ലാൻ അത് എന്നേക്കുമായിട്ട് ഇല്ലാതാവും.
എൻ്റെ മുൻപിൽ വേറെ വഴിയില്ല, തൽക്കാലത്തേക്ക് എനിക്ക് ഈ യുദ്ധം അത് അവസാനിപ്പിച്ചേ പറ്റൂന്ന് പറയും. കട്ട് ചെയ്താ ഇക്കടെ കാണിക്കും. അവനാണെങ്കിൽ അവൻ വരച്ച ആ കപ്പലിൻ്റെ ഫോട്ടോസ് അതെല്ലാം തന്നെ കീറിക്കളഞ്ഞ് വെള്ളത്തിലേക്ക് എടുത്തു ചാടി അവൻ്റെ പവർ അതുമായി പുറത്തേക്ക് വരികയാണ്. അവൻ്റെ പപ്പയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. കട്ട് ചെയ്താ ഇവിടെ ബൊറൂട്ടോയൻ ടീം അവർ ഈ കാര്യങ്ങളെല്ലാം ആ വില്ലൻ സോൾജിയർ പറയുന്നത് കേട്ട് അങ്ങനെ ഷോക്കായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.